ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡാരോൺസ് പെറ്റ് ടെക് വേൾഡ്. കൊച്ചു കൂട്ടുകാർക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ലോലോലിക്ക ഐസ് സ്റ്റിക്ക് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യമായി നല്ലപോലെ പഴുത്ത ലോലോലിക്ക എടുത്ത് ഞെടുപ്പെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് ലോലോലിക്ക അതിലേക്കിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളച്ചതിന് ശേഷം തവി ഉപയോഗിച്ച് ലോലോലിക്ക നല്ലപോലെ ഉടച്ചെടുക്കുക. അതിനുശേഷം കുറച്ചു നേരം തണുക്കുവാൻ അനുവദിക്കുക. ചൂട് പോയതിനു ശേഷം ഉടച്ചെടുത്ത ലോലോലിക്ക മിക്സ് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുക. ഫുഡ് കളർ ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി കളറാണ് ഇതിൻ്റെ ജ്യൂസിനുള്ളത്. ലോലോലിക്ക ഉപയോഗിച്ച് നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ ആരോഗ്യത്തിനെ സഹായിക്കുന്ന നിരവധി ഗുണങ്ങളാണ് ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇവിടെ ഞാൻ ഐസ് സ്റ്റിക്ക് ഉണ്ടാക്കുവാനായി 6 ഐസ് ട്രേ ഉള്ള 300 ml കപ്പാസിറ്റി വരുന്ന മോൾഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ലോലോലിക്ക ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ലോലോലിക്ക നല്ല പുളിയുള്ള പഴമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജ്യൂസിന് മധുരം ലഭിക്കുന്നതിനു വേണ്ടി പഞ്ചസാരയ്ക്ക് പകരം തേനാണിവിടെ മിക്സ് ചെയ്തിരിക്കുന്നത്. തേനും ആവശ്യാനുസരണം ലോലോലിക്ക ജ്യൂസിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മാർക്കറ്റിൽ വിവിധ രൂപത്തിലും വലിപ്പത്തിലുമുള്ള ഐസ് മേക്കർ മോൾഡുകൾ ലഭ്യമാണ്. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോലോലിക്ക തേൻ ജ്യൂസ് മോൾഡിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചെടുക്കുക. അതിനുശേഷം പ്ലാസ്റ്റിക് സ്റ്റിക്കുകൾ ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഫ്രീസറിൽ മോൾഡ് വെച്ച് കൊടുക്കുക. നല്ലപോലെ ഐസ് ആയതിനു ശേഷം മോൾഡ് ഫ്രീസറിൽ നിന്നും പുറത്തെടുത്ത ശേഷം മോൾഡിൽ നിന്നും ഐസ് സ്റ്റിക്കുകൾ സാവധാനം വലിച്ചെടുക്കുകയാണെങ്കിൽ പുറത്തു വരുന്നതാണ്. അല്ലെങ്കിൽ കുറച്ചു നേരം മോൾഡ് വെള്ളത്തിൽ ഇറക്കി വെച്ചാലും മതിയാകും. അതിനുശേഷം സ്വാദിഷ്ടമായ ലോലോലിക്ക ഹണി ഐസ് എല്ലാവർക്കും സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വ്യൂവേഴ്സിൻ്റെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.